അപ്പോൾ ഗൈസ് കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവാണ്. എല്ലാവരും വിചാരം ഞാൻ സ്ഥിരം ട്രിപ്പ് പോകുന്ന പരിപാടിയാണെന്നാണ്. ഞാൻ ഗൈസ് ട്രിപ്പ് ഒന്നും ഇടയ്ക്കൊക്കെ പോകണുള്ളൂ. അങ്ങനെ ട്രിപ്പ് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ പോണ വഴിക്കൽ ഒരു ഇക്കാക്കാൻ്റെ ഒരു നല്ല തണുത്ത പായസം കുടിച്ചിട്ടാണ്. അങ്ങനെ തണുത്ത പായസം കുടിച്ചാണ് നമ്മൾ നേരെ പോണത് നമ്മളെ ഗൂഡല്ലൂർക്കാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മളെ നാടുകാണി ചുരം. അങ്ങനെ നാടുകാണി ചുരം കയറിയ പാടാണ് നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ എല്ലാ പ്രാവശ്യവും നാടുകാണി ചുരം കയറുന്ന സമയത്തും ഈ പള്ളിയിൽ നട്ട് നിസ്കരിക്കുക. അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ചട്ടിച്ചോറും കഴിച്ച്, സഫലാണെങ്കിലും സാധാ ചോറ് കഴിച്ചത്, ഞാനാണെങ്കിലും ചട്ടിച്ചോറ് കഴിച്ച്. കാരണം ചട്ടിച്ചോറ് കഴിച്ചിട്ട് കുറേ കാലമായി. ആ ചട്ടിച്ചോറ് എല്ലാ സാധനങ്ങളോടും അങ്ങനെ മിക്സാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളിയാണ്. ഒരു പ്രാവശ്യങ്ങൾ ട്രൈ ചെയ്ത് കിട്ടാം. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാരെ റീൽസ് കണ്ടിട്ടാണ് നമ്മൾ എല്ലമലയിൽ പോകാൻ തീരുമാനിച്ചത്. ഇതിന് മുന്നേ നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് മറയൂർ കാന്തല്ലൂരായിരുന്നു. പക്ഷേ അത് ഈ മഴ കാരണം നമ്മൾ ഇത് മാറ്റി പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടാണ്. അങ്ങനെയാണ് എല്ലമലൈ എന്ന ഗ്രാമത്തോട്ട് നമ്മൾ പോണത്. എല്ലമലൈ നമ്മളെ ഗൂഡല്ലൂർ കയറിയ പാടുള്ള റൂട്ടാണ്. നല്ല അടിപൊളി സ്ഥലം എന്ന് പറയാം. കാരണം ഇത്രയും തൊട്ടടുത്തുള്ള, ഒരുപാട് പ്രാവശ്യം ഊട്ടിക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ തൊട്ടടുത്ത് എടുക്കുന്ന സ്ഥലം നമ്മൾ കാണാതാണ് എല്ലാ പ്രാവശ്യം നമ്മൾ ഊട്ടിക്ക് വെക്കുള്ളത്. പക്ഷേ ഊട്ടിനെക്കാട്ടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടാണ്. കാരണം കാണാനും അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും ഒരുപാട് കണ്ണിന് നല്ല നല്ല ഫീലിംഗ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഗൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഊട്ടിക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലമലയും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ നേരെ ഊട്ടിക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.